വയനാട് വയനാട് നൂൽപ്പുഴയിൽ ആദിവാസി മധ്യവയസ്കന് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടാമൂല കൂളക്കുന്ന് കാട്ടുനായ്ക്ക കോളനിയിലാണ് കാളന് ഗുരുതരമായി പരിക്കേറ്റത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, സ്ഥിരമായി കാട്ടുപോത്തുകളുടെ ശല്യമുള്ള മേഖലയാണോ ഇത്? വയനാട് വന്യജീവി സങ്കേത പരിധിയിലുള്ള സ്ഥലമാണ് ഈ ബോത്ത യുവാവിന് പരിക്കേറ്റ പ്രദേശം. ഇന്ന് 3:30 കൂടിയാണ് കോളനിക്ക് സമീപത്തുള്ള വനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ യുവാവിനെ, മധ്യവയസ്കനെ പോത്ത് ആക്രമിച്ചത്. കാളനെ ആക്രമിക്കുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചപ്പോഴാണ് ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കാട്ടുപോത്ത് ഓടിയത്. പിന്നീട് വനത്തിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരം ഒപ്പമുള്ളവർ ചുമലിലേറ്റിയാണ് കാളനെ പുറത്തെത്തിക്കുകയും പിന്നീട് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഇതിന്റെ പരിക്ക് സാരമുള്ളതാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ കൊണ്ടുപോകുമെന്നാണ് ബത്തേരി താലൂക്ക് ആശുപത്രി അധികൃതർ പറയുന്നത്. തോട്ടാമൂല കുളുകുന്ന് കാട്ടുനായ്ക്ക കോളനിയിലാണ് ഇദ്ദേഹം ഉള്ളത്. ഇവിടെ നിന്ന് സാധാരണ ഈ കോളനിക്കാർ ഉൾപ്പെടെയുള്ളവർ, ഈ കാട്ടുനായ്ക്ക കോളനിയിൽ ഉൾപ്പെടെയുള്ളവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ ആക്രമണം നടന്നത്. സാധാരണ കാട്ടുപോത്ത് ഈ രീതിയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന പതിവില്ലെങ്കിലും പെട്ടെന്ന് ഈ പാനെടുത്ത് കാളനെ കുത്തിവീഴ്ത്തുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നത്. എന്തായാലും കാളനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. വയനാട് നൂൽപ്പുഴയിൽ ആദിവാസി മധ്യവയസ്കന് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടാമൂല കൂളക്കുന്ന് കാട്ടുനായ്ക്ക കോളനിയിലെ കാളന് ഗുരുതരമായി പരുക്കേറ്റു. വിവരങ്ങളായിരുന്നു അനൂപ് നൽകിയത്.